ഇത് വെളിയത്തുനാട് ഗവൺമെന്റ് MIUP സ്കൂൾ. ഈ ഗ്രാമത്തിലെ ഒട്ടനവധി പ്രമുഖർ പഠിച്ചതും വളർന്നതും ഈ വിദ്യാലയത്തിലാണ്. നമ്മുടെ വെളിയത്തുനാട് ഗ്രാമത്തിലെ ഏറ്റവും പുരാതനവും പഴക്കം ചെന്നതുമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് വെളിയത്തുനാട് ഗവൺമെൻറ് MIUP സ്കൂൾ. ആദ്യം ഒരു മതപഠനശാലയായി സ്വാതന്ത്ര്യത്തിനു മുമ്പ് ജനാബ് VM മുഹമ്മദ് മൗലവി സ്ഥാപിതമായ ഈ സ്ഥാപനം പിന്നീട് സ്വാതന്ത്ര്യാനന്തരം സർക്കാരിലേക്ക് വിട്ടു നൽകുകയാണുണ്ടായത്. മദ്രസത്തുൽ ഇംദാദിയ എന്ന പേരിലുള്ള ഒരു മതപഠനശാലയായി ഈ സ്ഥലം രൂപാന്തരപ്പെടുത്തി ആരംഭിച്ച ഈ മതപഠനശാല സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാരിനെ വിട്ടു നൽകുകയും അത് സ്വതന്ത്ര അനന്തര ഭാരതത്തിൽ കേരളത്തിലെ പുതിയ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് സ്ഥാപനമായി ഏറ്റെടുക്കുകയാണുണ്ടായത്. അങ്ങനെ ഗവൺമെൻറ് MIUP സ്കൂൾ ആരംഭിച്ചു. പ്രാരംഭത്തിൽ അതൊരു പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നുവെങ്കിലും പിന്നീട് അത് ഒരു UP സ്കൂളായി ഉയർത്തപ്പെടുകയുണ്ടായി. ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും ഏക അഭയകേന്ദ്രമായിരുന്നു ഈ വിദ്യാഭ്യാസ സ്ഥാപനം. ഇവിടെ ആരംഭകാലത്ത് ഈ പ്രദേശത്തുകാരുടെ മുഴുവൻ വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചത് ഇവിടെ നിന്നാണ്. ഇവിടെ പഠിച്ച അനേകം വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ നാടിനും വിദേശത്തുമായി ഉന്നത നിലവാരം പുലർത്തുന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടു വരുന്നു. ഈ സ്ഥാപനത്തിൽ ഇന്ന് ഏകദേശം 75 വർഷം പൂർത്തിയാക്കിയ ഒരു സന്ദർഭം കൂടിയാണ്. വളരെ അധികം ജനനിബിഡമായിരുന്ന ഈ പ്രദേശത്ത് ദൂരദിക്കുകളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ വന്ന് പഠിക്കാനുണ്ടായ ഏക സ്ഥാപനം ഈ സ്കൂളായിരുന്നു. ഇവിടെ നിന്ന് പഠിച്ചു പുറത്തുപോയവരാണ് പിന്നീട് ഉയർന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുകയും ഉയർന്ന മേഖലകളിലൊക്കെ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരികയും പുതിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ തള്ളിക്കയറ്റം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഒരുപക്ഷെ ഈ വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളുടെ കുറവുണ്ടാവുകയും അങ്ങനെ പലപ്പോഴും ഈ വിദ്യാഭ്യാസം അടച്ചുപൂട്ടേണ്ടി വരുമോ എന്നുള്ള ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പുതിയ സൗകര്യങ്ങളൊരുക്കി, പുതിയ സന്നാഹങ്ങളൊരുക്കി നിലനിർത്തി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇന്ന് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരുന്നത്. കുട്ടികളുടെ എല്ലാവിധമായ കഴിവുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് പിന്തുടർന്നു പോകുന്നത്. ധാരാളം ക്ലബ്ബുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ കഴിവ് വികസിപ്പിക്കുന്നതിന് വേണ്ടി പരിസ്ഥിതി ക്ലബ്ബ്, ഗണിത ക്ലബ്ബ്, ശുചിത്വ ക്ലബ്ബ്, അങ്ങനെ ഒത്തിരി ക്ലബ്ബുകളുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹരിത എന്ന പേരിലുള്ള ഒരു ക്ലബ്ബ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഹരിത ക്ലബിൻ്റെയും ഇവിടെ അടുത്തുള്ള പെരിയാർ ക്ലബിൻ്റെയും കൂടി സഹകരണത്തോടെ ഞങ്ങളിവിടെ ഒരു ജൈവ പച്ചക്കറി കൃഷി തോട്ടം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ധാരാളം പച്ചക്കറികൾ ഇപ്പം വിളവെടുപ്പിന് പാകമായി തന്നെ